നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഏറെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിലായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി ക്ലബ് അൽ നാസറുമായി കരാറിൽ ഒപ്പിട്ട വാർത്ത പുറത്തുവന്നത്. റെക്കോർഡ് പ്രതിഫലം സ്വന്തമാക്കി ക്ലബിന്റെ ഭാഗമായ റൊണാൾഡോയെ കുറിച്ചുള്ള വാർത്തകൾക്കായിരുന്നു ആരാധകർ തിരയുന്നത്. സൗദി അറേബ്യയിൽ റൊണാൾഡോ കളിക്കാനെത്തുന്നതോടെ പ്രിയ താരത്തിന്റെ കളി നേരിട്ട് കാണാനാകുന്നതിന്റെ സന്തോഷത്തിലാണ് അവിടെയുള്ള പ്രവാസികൾ. എന്നാൽ ആരാധകരെ ആവേശത്തിന്റെ കൊടുമുടിയിലേറ്റുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ലയണൽ മെസ്സിയുടെ PSG-യുമായുള്ള പോരാട്ടത്തിന് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇറങ്ങുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ വിലക്ക് മറികടക്കാൻ സ്വന്തം ക്ലബായ അൽ നസറിന്റെ ജേഴ്സി ആകില്ല ക്രിസ്ത്യാനോ ഇറങ്ങുക. സ്വന്തം ക്ലബ്ബുകളായ അൽ നസറിന്റെയും അൽ ഹിലാലിന്റെയും താരങ്ങളുടെ സംയുക്ത സംഘമാണ് PSG-യെ റിയാദിൽ നേരിടുക. റിയാദിൽ നടക്കുന്ന വൻകിട ടൂറിസം വിനോദ പരിപാടിയായ റിയാദ് സീസൺ സംഘടിപ്പിക്കുന്നതാണ് ഈ മത്സരം. റിയാദ് സീസൺ കപ്പ് എന്ന പേരിലുള്ള മത്സരത്തിനായി സൂപ്പർ താരം ലയണൽ മെസ്സി ഉൾപ്പെടെ എത്തുമെന്നാണ് റിപ്പോർട്ട്. നേരത്തെ അൽ നസറുമായുള്ള മത്സരമാണ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ക്രിസ്ത്യാനോയ്ക്ക് സ്വന്തം ക്ലബിന്റെ കുപ്പായത്തിൽ കളിക്കാൻ വിലക്കുള്ളതോടെ സംയുക്ത ടീമിനെ ഒരുക്കുകയായിരുന്നു. മുൻ ക്ലബായിരുന്ന മാഞ്ചസ്റ്ററിനു വേണ്ടിയുള്ള കളിക്കിടെ എവർട്ടനോട് തോറ്റ ശേഷം റൂമിലേക്ക് മടങ്ങുമ്പോൾ ഒരു ആരാധകൻ മൊബൈലിൽ വീഡിയോ പിടിക്കുന്നത് ക്രിസ്ത്യാനോ തടയുകയും മൊബൈൽ പിടിച്ചു വാങ്ങി നശിപ്പിക്കുകയും ചെയ്തു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് 2 മത്സരത്തിൽ താരത്തിന് വിലക്കേർപ്പെടുത്തിയത്. ഇതിനിടെ അൽ നസറിലേക്ക് എത്തിയെങ്കിലും താരങ്ങളുടെ സ്റ്റാറ്റസ് ആൻഡ് ട്രാൻസ്ഫർ സംബന്ധിച്ച ഫിഫയുടെ നിയമം അനുസരിച്ച് ക്ലബ്ബ് മാറിയാലും പുതിയ അസോസിയേഷൻ വിലക്ക് നടപ്പാക്കണം. അൽ നസറുമായുള്ള കരാർ ഒപ്പുവെക്കാൻ വൈകിയതിനാൽ 2 മത്സരങ്ങൾ ക്രിസ്ത്യാനോയ്ക്ക് ഇതുവരെ പൂർത്തിയാക്കാനായിട്ടില്ല. അതിനാൽ അൽ നസർ ജേഴ്സി അണിഞ്ഞാകില്ല വ്യാഴാഴ്ചത്തെ മത്സരത്തിന് താരം ഇറങ്ങുക. വിലക്ക് മറികടക്കാൻ റിയാദ് സീസൺ ഭാരവാഹികൾ സൗദിയിലെ പ്രധാന ക്ലബ്ബുകളായ അൽ നസറിന്റെയും ഹിലാലിന്റെയും താരങ്ങളെ ചേർത്ത് പുതിയ ടീം രൂപീകരിച്ചു. ഇതിന്റെ ക്യാപ്റ്റനായി ക്രിസ്ത്യാനോയെ സൗദി ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി മേധാവി തുർക്കി ആലു ഷൈഖ് തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആരാധകനോട് അപമര്യാദയായി പെരുമാറിയെന്ന സംഭവത്തിൽ താരത്തിന് ലഭിച്ച വിലക്കാണ് തിരിച്ചടിയായിരിക്കുന്നത്. കഴിഞ്ഞ മാസം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കരാർ റദ്ദാക്കിയതു മുതൽ 37-കാരനായ പോർച്ചുഗീസ് താരത്തിന്റെ അൽ നസർ പ്രവേശനം ചർച്ചയായിരുന്നു. ചാമ്പ്യൻസ് ലീഗിൽ കളിക്കുന്ന ക്ലബ്ബുകളിൽ ഒന്നിൽ ചേരാനായിരുന്നു റൊണാൾഡോയ്ക്ക് താല്പര്യം. എന്നാൽ ലഭ്യമാകുന്ന ഏറ്റവും മുന്തിയ ഓഫർ നൽകിയാണ് സൗദി ക്ലബ് സൂപ്പർ താരത്തെ സ്വന്തമാക്കിയത്. 1955-ൽ രൂപീകരിച്ച സൗദിയിലെ അൽ നസർ ക്ലബ്ബ് ഇന്ന് പശ്ചിമേഷ്യയിലെ ഏറ്റവും മികച്ച ക്ലബ്ബുകളിൽ ഒന്നാണ്. റിയാദ് ആസ്ഥാനമായുള്ള ക്ലബിലേക്കുള്ള ക്രിസ്ത്യാനോയുടെ വരവ് സൗദിയുടെ കായിക ചരിത്രവും മാറിമറിക്കും എന്ന് ഉറപ്പാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.